നമസ്കാരം. ടോം ടോക്സ് തൃശ്ശൂർ ചാനലിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സ്കോട്ട്ലൻഡിനോടനുബന്ധിച്ചുള്ള സ്റ്റെർലിംഗ് നഗരത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടയും കൊട്ടാരവും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമായ എഡിൻബറോ നഗരത്തിൽ നിന്ന് സ്റ്റെർലിംഗ് പട്ടണത്തിലേക്ക് 60 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. എഡിൻബറോയിലെ രാജകൊട്ടാരം കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും വലുതും പ്രാധാന്യവുമേറിയ ഒരു കോട്ടയും കൊട്ടാരവുമാണ് സ്റ്റെർലിംഗ് കാസിൽ. കോട്ടയുടെ പടവുകൾ കയറി ഞാനിപ്പോൾ മുകളിലെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് പുറകെ കാണുന്നത് ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ള ബസ്സുകളും കാറുകളും വാഹനങ്ങളും ഒക്കെയാണ്. ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് നമുക്കിതിനകം കാണുന്നതിന് നമ്മൾ ഇന്ത്യൻ രൂപ 2000 രൂപയോളം വരുന്ന ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കടക്കുവാൻ. സ്റ്റെർലിംഗ് നഗരത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഒരു മലനിരകളുടെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്ക് ചുറ്റും അഗാധമായ ഗർത്തമാണ്. അത് സുരക്ഷാ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ശത്രുക്കൾ എവിടെ നിന്ന് വന്നാലും കോട്ടയ്ക്ക് മുകളിലിരുന്ന് കാണാൻ സൈന്യത്തിന് നിരീക്ഷിക്കാൻ കഴിയും. അഗാധമായ ഗർത്തങ്ങൾ കൃത്രിമമായിട്ട് തന്നെ ഇതിന് തൊട്ട് ചേർന്നും നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഒരു നിലയ്ക്കും ശത്രുക്കൾക്ക് കോട്ടയ്ക്ക് മുകളിലേക്കോ കോട്ടയുടെ മുകളിലുള്ള ഈ കാസിലിനകത്തേക്കോ എത്തപ്പെടാൻ കഴിയില്ല. അത്ര സുരക്ഷിതമായ ഒരു ശില്പ നിർമ്മാണ വൈദഗ്ധ്യമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങ് ദൂരെ കാണുന്നതാണ് കോട്ടയുടെ കാസിലിൻ്റെയും ഒരു വിഗ്രഹ വീക്ഷണം. അതിന് ചുറ്റുമുള്ള നഗരമാണ് എനിക്ക് പുറകിലായി കാണുന്നത്. അത് വളരെ താഴ്ന്നൊരു പ്രദേശമാണ്. വിശാലമായ ഒരു പട്ടണ പ്രദേശമാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഈ കോട്ടയുടെ കവാടത്തിനരികിലേക്ക് ഞാൻ നടന്നു നീങ്ങുകയാണ്. വളരെ മനോഹരമാണ് ഇവിടെ നിന്നിട്ടുള്ള നഗരത്തിൻ്റെ ഒരു കാഴ്ച. നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ അടുത്ത് തന്നെ വന്ന് നിങ്ങൾക്കതൊക്കെ കാണിച്ചു തരാൻ കഴിയും. ഈ കോട്ടയുടെ ചുറ്റും ഒരു സിമിട്രി ഉണ്ട്. അതുപോലെ തന്നെ അന്ന് യുദ്ധം നടത്തിയപ്പോൾ മരിച്ചുപോയ യോദ്ധാക്കളെ പ്രതിയുള്ള സ്മാരക മോണിമെൻറ്റ്സ് ഒക്കെയുണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട് കെട്ടിപ്പടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. വിശാലമായ പട്ടണത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് അങ്ങ് ദൂരെയാണ്. അവിടെയൊക്കെ ഈ കോട്ടയ്ക്ക് പ്രാധാന്യമുണ്ടെന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇപ്പോൾ കോട്ടയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഈ കോട്ടയുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രിസം പോലെയുള്ള ഈ സ്മാരക സ്തൂപം, ഈ കോട്ട ഇവിടെ നിർമ്മിക്കുന്നതിൻ്റെ പുറകിലുണ്ടായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഇടയിൽ മരിച്ചുപോയ വീരയോദ്ധാക്കളുടെ സ്മാരകമായിട്ടാണ് ഈ വലിയ സ്തൂപം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സ്കോട്ട്ലൻഡിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന യോദ്ധാക്കളുടെ മുഴുവൻ കല്ലറകൾ നമുക്ക് അവിടെ ഈ സ്തൂപത്തിന് മോണിമെൻറ്റിൻ്റെ സ്മാരകശിലയ്ക്ക് ചുറ്റിലുമായിട്ട് കാണാൻ കഴിയും. വളരെ വിശാലമായ ഒരു ഏരിയയുണ്ടത്. കാണാൻ ഒത്തിരി കല്ലറകളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത കല്ലറകളുണ്ട്. അതിനൊരു കാരണമുണ്ട്. കാരണം ഇത് 1300 നമ്മുടെ ഇംഗ്ലണ്ടിലെ എഡ്വേർഡ് ഒന്നാമൻ രാജാവിനോട് യുദ്ധം ചെയ്തിട്ടാണ് സ്കോട്ട്ലൻഡിലെ റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ ഈ കോട്ട പിടിച്ചെടുക്കുന്നത്. അവർ ഇംഗ്ലണ്ടിൻ്റെ അധീനതയിലായിരുന്നു, അടിമകളെപ്പോലെയായിരുന്നു. അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി റോബർട്ട് ബ്രൂസ് 1307 വലിയൊരു യുദ്ധം നടത്തുകയും വലിയ നീണ്ട വർഷത്തെ യുദ്ധം നടത്തിയിട്ടാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് സ്കോട്ട്ലൻഡ് രാജ്യത്തെ ഒരു പ്രത്യേക രാജ്യമായിട്ട് ഭരണാധികാരം ഏറ്റെടുക്കുന്നത്. റോബർട്ട് ബ്രൂസിൻ്റെ സ്റ്റാച്യു ആണ് എനിക്ക് പുറകിൽ കാണുന്നത്. 60 വർഷം നീണ്ട ദീർഘമായ യുദ്ധത്തിൻ്റെ ഫലമായി സൈന്യാധിപനായിരുന്ന ഇദ്ദേഹം
സ്കോട്ട്ലൻഡിൻ്റെ രാജാവായി തീരുകയാണ് ഉണ്ടായത്. ഈ കോട്ടയുടെ പ്രവേശന കവാടത്തിന് തന്നെ വലിയ കിടങ്ങുകൾ രണ്ട് വശത്തും കാണാം. വളരെ അഗാധമായ കിടങ്ങുകൾ കുഴിച്ച് അത് ശത്രുക്കൾക്ക് കയറി വരാൻ സാധിക്കാത്ത രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് കിടങ്ങുകൾ. ഇത് ചുറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു രീതി. ഇതിലൊക്കെ ആളുകൾക്ക് യോദ്ധാക്കൾക്ക് ഒളിച്ചിരുന്നുകൊണ്ട് ശത്രുവിൻ്റെ ആഗമനത്തെ നിരീക്ഷിക്കാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. കോട്ടയുടെ അകത്ത് കൽപ്പടവുകൾ വിരിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്നു. പല വിഭാഗങ്ങളായിട്ടുള്ള സെക്ഷനുകൾ നമുക്ക് ഈ കോട്ടയ്ക്ക് ഉള്ളിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ അകത്തോട്ട് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നടുമുറ്റത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ എന്നെ പെട്ടെന്ന് ആകർഷിച്ചത് അതിൻ്റെ മുന്നിലുള്ള ഒരു ഉദ്യാനമാണ്. വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. അത് തന്നെ ആദ്യം കാണുക എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. കൃത്യമായി അടയാളങ്ങളും വഴികാട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് കോട്ടയ്ക്കകത്ത് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വരുന്നതിന് വേണ്ടി. ഈ പൂന്തോട്ടം മനോഹരമാണ് കേട്ടോ. അപൂർവങ്ങളായ ചെടികളും പൂക്കളും സസ്യങ്ങളൊക്കെയുള്ള മനോഹരമായ ഒരു പൂന്തോട്ടം. അവിടെ നിന്ന് തന്നെ കോട്ടയുടെ വലിയ ഒരു വീക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ്. കോട്ടയുടെ മുകളിലുള്ള ഈ കുന്നിൻ ചെരിവായതുകൊണ്ട് ആ ഭൂമിക്ക് അങ്ങനെയുള്ള ഒരു ചെരിവും നിമോന്നതകളൊക്കെ ഉണ്ടല്ലോ. അതിനനുസരിച്ച് തന്നെയാണ് ഈ പൂങ്കാവനം അവർ സംവിധാനം ചെയ്തിട്ടുള്ളത്. വളരെയേറെ ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന, പോസ്റ്റ് ചെയ്യുന്ന ഇടമാണ്. അതേസമയം തന്നെ കോട്ടയുടെ ഗാംഭീര്യത, അതിൻ്റെ ഒരു ഗഹനതയൊക്കെ നമുക്ക് വെളിപ്പെട്ടു തരുന്ന ദൃശ്യവുമുണ്ട്. കോട്ടയുടെ മുകളിൽ ഇത്രയും വലിയൊരു പുൽത്തകിടി ഉള്ളത് തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തും. ഇത് രാജാവിൻ്റെ രാജവാഴ്ചയുടെ കാലഘട്ടത്തിൽ ഇവിടെ വലിയ ആഘോഷങ്ങൾ, പാർട്ടികളൊക്കെ നടത്തുന്ന ഒരു ഏരിയ ആയതുകൊണ്ട്, പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ഈ കൊട്ടാരക്കെട്ട് പോലെ നിർമ്മിച്ചിട്ടുള്ളത്. മുഴുവൻ കരിങ്കല്ല് കൊണ്ട് പണിതിട്ടുള്ള, അതും വലിയ കനത്തിൽ പണിതിട്ടുള്ള കൊട്ടാരത്തിൻ്റെ കോട്ടയുടെ മുകൾ ഭാഗം ഗോപുരമൊക്കെ കാണുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇത്രയധികം കല്ലുകൾ എങ്ങനെ കയറ്റി ഇവിടേക്ക് കൊണ്ടുപോയി. റോയൽ ഗാർഡൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്ലേസാണ്. അതിനകത്ത് മുകളിലുള്ള മരങ്ങളൊക്കെ വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. നല്ലൊരു വിശാലമായ ഏരിയ. അവിടെ എത്ര വലിയ ഫംഗ്ഷൻ വേണമെങ്കിലും നടത്താൻ കഴിയും. രാജാക്കന്മാരുടെ ഇപ്പോൾ കാണുന്നത് എനിക്ക് പുറകിലുള്ള ഗർത്തത്തിൻ്റെ അകലെ കാണുന്ന ദൂരക്കാഴ്ചയാണ്. നഗരത്തിൻ്റെ പാർശ്വഭാഗങ്ങളാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മതിൽക്കെട്ടിൻ്റെ അടുത്ത് നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ എത്രയോ അഗാധമായ താഴ്ചയിലാണ് നഗരത്തിൻ്റെ ഭാഗങ്ങൾ കാണുന്നത്. അപ്പോൾ കോട്ട എത്രയോ ഉയർന്നു നിൽക്കുന്നു. ഇതിന് മുകളിലേക്കൊന്നും കയറി വരാൻ ഒരിക്കലും പറ്റുകയില്ല. ആ കോട്ടയുടെ മുകളിൽ തന്നെ അതിൻ്റെ ഗോപുര മുകളിൽ നിന്നാൽ ഈ ലോകം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കോട്ടയുടെ ചുറ്റുമുള്ള മതിൽക്കെട്ടിൻ്റെ അകത്തുള്ള അഴിയിട്ട പോലെ കാണുന്നത് പട്ടാളക്കാർക്ക് നിരീക്ഷിക്കാനിരിക്കുന്ന സ്ഥലമാണ്. എത്ര പ്ലാൻ ചെയ്തിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ പൊത്തുകളിലൂടെ നോക്കിയാൽ കൃത്യമായിട്ട് ഏത് വഴിയിലൂടെ ഏത് സ്ഥലത്തുകൂടെ ആരൊക്കെ വരുന്നു എന്ന് നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെ നിരീക്ഷിക്കാനുള്ള നിരീക്ഷണ കേന്ദ്രങ്ങൾ ഈ കോട്ടയുടെ ചുറ്റും മുകളിലും താഴെയൊക്കെ ആയിട്ട് പടുത്തുയർത്തിയിട്ടുണ്ട്, പണിത്
കെട്ടിവെച്ചിട്ടുണ്ട്. എല്ലാം കരിങ്കല്ലുകൊണ്ട് സ്ട്രോങ് ആയിട്ട്. ഏതാണ്ട് 1400 മുതൽ 1600 വരെയുള്ള കാലഘട്ടത്തിലാണ് 4 രാജാക്കന്മാരുടെ പ്രയത്നത്തിലാണ് ഈ കോട്ടയുടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ജെയിംസ് 4-മൻ, ജെയിംസ് 5-മൻ, ജെയിംസ് 6-മൻ എന്നീ രാജാക്കന്മാരാണ് ഈ കോട്ടയ്ക്ക് ഏറ്റവും പ്രശസ്തമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. 6 മുറികൾ ഈ കോട്ടയിനോടനുബന്ധിച്ചുള്ള കാസിലിൽ ഇപ്പോഴും നമ്മുടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. കോട്ടയുടെ ഒരു വീക്ഷണ കോണിലേക്ക്, ഗോപുരത്തിലേക്കാണ് ഞാനിപ്പോൾ നൂഴ്ന്ന് കയറുന്നത്. ഇതിനകത്ത് ഒരാളിരിക്കുന്ന, കോട്ടയ്ക്കകത്തുള്ളവർക്ക് പോലും അറിയാൻ പറ്റില്ല. എന്നാൽ ഈ പഴുതിലൂടെ, കിളിവാതിലൂടെ നോക്കിയാൽ താഴെ അങ്ങ് വളരെയേറെ താഴെയുള്ള നഗരത്തിലെ വശങ്ങളിലൂടെ, വഴികളിലൂടെ ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കോട്ടയുടെ സാങ്കേതികമായ ഒരു വലിയ മേന്മ. നഗരത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം എടുത്തുകൊണ്ട് ഇത്രയും വലിയൊരു കോട്ട ആയിരക്കണക്കിന് ലോഡ് കരിങ്കല്ല് കയറ്റിക്കൊണ്ടുവന്ന് അത് വളരെ വ്യക്തമായ രീതിയിൽ വെട്ടിയൊരുക്കി നിർമ്മിച്ച് കയറ്റിയെടുത്ത് ഇരിക്കുന്ന ഒരു വാസ്തുശില്പ ചാതുരി നമ്മെ അവിടെ ചെല്ലുമ്പോൾ അതിശയിപ്പിക്കും, ശരിക്കും അതിശയിപ്പിക്കും. ഇത്രമാത്രം അധ്വാനം, എത്ര ആയിരങ്ങളാണ് ഇതിനു വേണ്ടി വേല ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ഇതൊരു വലിയ പ്രൗഢിയുടെയും അഭിമാനത്തിൻ്റെയും ഒരു മേഖലയായിട്ട് തോന്നുന്നു. കാണുന്നത് താഴെ നഗരത്തിൽ നിന്ന് കയറി വരുന്ന ശത്രുക്കളെ ആക്രമിക്കാനുള്ള, അതായത് 150 കിലോഗ്രാം തൂക്കം വരുന്ന വലിയ വെടിയുണ്ടകൾ ഈ പൊത്തിലൂടെ പായിക്കാൻ കഴിയും ഇവിടെ ഇരിക്കുന്ന യോദ്ധാക്കൾക്ക്. അതൊരു 3-4 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 150 കിലോ തൂക്കം വരുന്ന മെറ്റൽ കൊണ്ടുള്ള വലിയ വെടിയുണ്ടകൾ വർഷിക്കുന്ന യന്ത്ര സംവിധാനം ഈ കോട്ടയുടെ ചുറ്റിലും ഓരോരോ പൊത്തുകളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ അത് എടുത്ത് കയറ്റാനും ഇറക്കാനും അത് പ്രയോഗിക്കാനുമൊക്കെയുള്ള യോദ്ധാക്കൾക്ക് നിന്ന് ഇടപഴകാനുള്ള സ്ഥലവും കൂടി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. എത്ര ഉന്നതമായ ചിന്തയിൽ നിന്ന്, പ്രതിരോധ ചിന്തകളിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു യുദ്ധ ആവിഷ്കാരം നടത്താൻ കഴിയുന്നത്. ഇങ്ങനത്തെ ടാങ്കുകൾ നമ്മൾ പറയില്ലേ, ഈ കോട്ടയ്ക്ക് ചുറ്റും ഒത്തിരി നമുക്കിവിടെ ചുറ്റി സഞ്ചരിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞു. അതൊക്കെ ഓരോ പൊത്തുകളിൽ കൊണ്ടുപോയാണ് വെച്ചിരിക്കുന്നത്. പുറമേ നിന്ന് ഒരു നിലയ്ക്കും കാണാൻ കഴിയില്ല. ശത്രുക്കൾ അതിൻ്റെ വർഷം അത് നമ്മുടെ മേത്ത് കൊണ്ട്, ശത്രുക്കളുടെ ദേഹത്ത് കൊണ്ട് അവർ ഒന്നടങ്കം ഗ്രൂപ്പായിട്ട് വരുന്ന യോദ്ധാക്കൾ മുഴുവൻ മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ടാകും. അത്ര സുരക്ഷിതമായിട്ടാണ് ഈ യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ ചെയ്തു വച്ചിട്ടുള്ളത്. ഈ കാണുന്നത്, ഈ നേരത്തെ പറഞ്ഞ ആ വെടിയുണ്ടകൾ വർഷിക്കുന്ന യന്ത്രത്തിൻ്റെ അടിയിൽ സൂക്ഷിച്ചിട്ടുള്ളത് 150 കിലോ വരുന്ന വെടിയുണ്ടകളുടെ ഒരു ശേഖരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിലൂടെ ആണ് നമ്മൾ വെടിയുണ്ട വർഷിക്കുക എന്ന് പറഞ്ഞത്. അതാണ് 3.5-4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്ന് പറഞ്ഞത്. ഈ കോട്ടയുടെ ചുറ്റും ഇതുപോലെയുള്ള ഒരു പാത കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. കരിങ്കൽ ഭിത്തികൾക്കുള്ളിലൂടെ വളരെ നേർത്ത ഒരു പാത, അതായത് യോദ്ധാക്കൾക്ക് ഇഴഞ്ഞു നീങ്ങാവുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ കൈ കാണിക്കുന്നത് ഈ കോട്ടയുടെ ഉള്ളിൽ നിന്ന് വെടിവെക്കുന്നതിനുള്ള ദ്വാരങ്ങൾ പുറത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഭാഗങ്ങളാണ്, സുഷിരങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ ഇടുങ്ങിയ പാത എന്ന് പറയുന്നത്. ഇതിനകത്തൊക്കെ നിന്നുകൊണ്ട് യോദ്ധാക്കൾക്ക് ശത്രുക്കളെ കാണാനും അവരെ നേരിടാനും ആക്രമിക്കാനും സാധിക്കും. ഇത് ഈ കോട്ടയുടെ മുഴുവൻ ചുറ്റിലും ഇങ്ങനെ ഇടുങ്ങിയ പാത കെട്ടിയിട്ടുണ്ട്. ഇടുങ്ങിയ പാത എന്ന് പറയുമ്പോൾ
പുറത്തു നിന്ന് ഒരാൾ എന്തെങ്കിലും ആയുധം ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ ഒരിക്കലും അവർക്കത് ഏൽക്കില്ല. കാരണം അവർ ഈ കരിങ്കൽ ഭിത്തികൾക്ക് ഇടയിലൂടെ വളരെ നാരോ ആയിട്ടുള്ള ഇടുങ്ങിയ പാതയിലൂടെ ഇഴഞ്ഞും ഒക്കെയാണ് ഇവിടുത്തെ യോദ്ധാക്കൾ, കോട്ടയുടെ സംരക്ഷകരായിട്ടുള്ള യോദ്ധാക്കൾ വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗം ഒരു പീഠമുണ്ട്. ഒരു മെറ്റൽ കൊണ്ടുള്ള പീഠത്തിൽ ഇരുന്ന് നോക്കിയാൽ ഈ കോട്ടയുടെ ചുറ്റുമുള്ള അനന്തവിശാലമായ ഭാഗങ്ങളിൽ നിന്നുള്ള ഏത് ശത്രുവിനെയും നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിയും. അതിനുള്ള ഒരു സ്റ്റൂള് പോലെയുള്ള ഇരുമ്പ് പീഠം അവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ കാണുന്നതാണ് ആ പറഞ്ഞ പീഠം. ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിരീക്ഷകനായിട്ടുള്ള യോദ്ധാവിന് ഇത് മുഴുവൻ കാണാനും പെട്ടെന്ന് നിർദ്ദേശം കൊടുക്കാനും കഴിയും. ഒരു കോട്ട കെട്ടുന്നത് രാജ്യത്തിലെ രാജാവിൻ്റെ കുടുംബത്തിനും രാജാവിനും പരിചാരകർക്കൊക്കെ എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ആ കോട്ട ഏറ്റവും സുരക്ഷിതമായിരിക്കണം. അതിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഭയങ്കരമായ ഭാരമുള്ള കരിങ്കല്ല് ഉപയോഗിച്ച് കൃത്യമായിട്ട് ആ കോട്ടയുടെ അടിത്തട്ടായിട്ടുള്ള ഭൂമിയുടെ ലെവലിനനുസരിച്ച് ഉയർന്നും താഴ്ന്നും പോകുന്ന ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെയാണ് ഈ ചുറ്റും പാതയുണ്ടാക്കി സംരക്ഷണ ഭിത്തി ഒരുക്കിയിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ അകത്ത് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു. 6 കൊട്ടാര റൂമുകൾ വളരെ കളർഫുള്ളായിട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് സ്വകാര്യ വ്യക്തികൾക്ക് വന്ന് താമസിക്കാൻ വരെ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് പ്രതിരോധ വകുപ്പും അതുപോലെ തന്നെ പാരിസ്ഥിതിക വകുപ്പും അതുപോലെ പൗരാണിക ചരിത്ര വിഭാഗവും ഒക്കെ കൂടിയാണ് ഈ കൊട്ടാരം ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കൊട്ടാരത്തിൽ വളരെ പ്രധാനമുള്ള ഒരു മുറിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. വളരെ മനോഹരമായി പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള വിശാലമായ മുറിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. This is how it would feel like if the Queen were away just for a day, with the court and everybody away with her, but not away for long enough to justify the move of all the furniture. You know how it is in the royal palace. The court particularly moves around from one residence to the other. So they stay for a few weeks or a few days somewhere else. Quite often, the tapestry, the carpets, the furniture are taken away with them. So you could come in the castle and see something very empty. But the way it feels today is very much the beautiful grandeur without the fuss and spying and eavesdropping. So it's quite relaxed. So that's the reason why I will let you have a look first. But as I said earlier, if you've got anything that you would like to know more about, a detail that draws your attention, or just more generally what's happening here in Scotland in the time period that we represent, feel free to ask away if you don't mind me answering you with my very French accent. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ഈ കൊട്ടാരത്തിലെ അന്നുകാലത്തുണ്ടായിരുന്ന അന്തപുര ദാസി കൊട്ടാര ജീവിതത്തെക്കുറിച്ച് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവരുടെ വേഷഭൂഷാദികളോടെ വിവരിച്ചു കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ കേട്ടത് അവരുടെ വാക്കുകളിലൂടെ. ഇവിടെ കൊട്ടാരത്തിലെ അന്തപുരത്തിലെ ദാസി നമുക്ക് രാജ്ഞിയുടെ അന്തപുരത്തെ പറ്റിയും അവരുടെ ജീവിതത്തെക്കുറിച്ചും വീണ്ടും വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ ഈ കൊട്ടാരത്തിലെ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കോട്ട്, കട്ടിൽ അത് കാണുകയുണ്ടായി. അതൊക്കെ തൊട്ടു നോക്കാനൊക്കെ അവർ നമ്മളെ അനുവദിച്ചു. രാജ്ഞി പള്ളിയുറക്കം നടത്തുന്ന ആ മെത്ത എങ്ങനെയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനെക്കുറിച്ച് അവരുടെ ദാസിയായിട്ടുള്ള സ്ത്രീ ആ അന്നകാലത്തിലെ വേഷത്തോടു കൂടി വന്ന് നമുക്ക് വിശദമാക്കി പറഞ്ഞു തരുന്നുണ്ട്. വീണ്ടും മറ്റൊരു വിശാലമായ ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത്. എന്നെ വല്ലാതെ ആകർഷിച്ചത്
അതിൻ്റെ മുകളിലുള്ള സീലിംഗ് വർക്കാണ്. വളരെ കാലം നീണ്ടു നിൽക്കുന്ന അതിശ്രേഷ്ഠമായ പെയിൻറ്റിങ് വർക്കുകളാണ് ഇതിൻ്റെ മച്ചിൽ മുഴുവൻ ചെയ്തിരിക്കുന്നത്. കൊട്ടാരത്തിനകത്തെ അതിശൈത്യത്തെ നേരിടാൻ അന്ന് കാലത്തൊക്കെ തീയിടുകയാണ് ചെയ്യുന്നത്. ചിമ്മിണി എന്ന് പറയും. കൊട്ടാരത്തിനകത്തെ ഒരു വലിയ ചിമ്മിണിയുടെ മുന്നിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇതിനകത്തുള്ള തണുപ്പ്, പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ UK ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ്. ആ തണുപ്പിനെ അകറ്റാനുള്ള സംവിധാനമാണ് സ്റ്റെർലിംഗ് കാസിലിൽ. സ്കോട്ട്ലൻഡിലെ പല രാജാക്കന്മാരുടെയും കിരീടധാരണം നടന്നിട്ടുണ്ട്, രാജ്ഞിമാരുടെയും കിരീടധാരണം നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ക്യൂൻ ഓഫ് മേരി സ്കോട്ട് എന്ന് പറയുന്ന രാജ്ഞി. കൊട്ടാരത്തിനകം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് കൊട്ടാരത്തിലെ അന്നത്തെ ഒരു ഭടൻ്റെ വേഷത്തിൽ ലോർഡ് മാത്യു സ്റ്റൂവർട്ട് എന്ന് പറയുന്ന വ്യക്തിയെ കാണുകയുണ്ടായി. അദ്ദേഹവുമായി സംസാരിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ വേഷഭൂഷാദികളും അവരുടെ ആയുധങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് ടൂറിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്ന ഒരു സംവിധാനമാണിത്. കോട്ടയുടെയും കൊട്ടാരത്തിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ടോം ടോക്സ് തൃശ്ശൂർ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നമസ്കാരം, നന്ദി.